ഉണർന്ന മോളെ അച്ഛൻ്റെ മരുന്നും എടുത്തേ. ഇങ്ങനെ ഏന്തി വലിഞ്ഞെടുക്കണോ? എന്നെ വിളിച്ചാ പോരെ? ഇന്ന് കുറച്ച് കൂടുതലാ മോനെ. ഇന്നല്ല എന്നും ഇത്തിരി കൂടുതലാണല്ലോ. ഈ ചുമ മാറണമെങ്കിലേ ആദ്യ വൈദ്യരെ ഇടിച്ച് പിഴിഞ്ഞു കുടിക്കണം. ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കരുത്. എനിക്ക് കഷായം മതി. ഒടുക്കത്തൊരു കഷായം. ആ കോളാമ്പി വാങ്ങി താഴത്ത് വെക്ക്. പിടുത്തം കണ്ടാ തോന്നും മേലെ ചെന്നാ ഇതൊന്നും കിട്ടൂലെന്ന്. ഏട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്താ തോന്നുക? പിന്നെ മനുഷ്യന് പണിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ തുടങ്ങിയതാ കൊക്കരക്കോ കൊക്കരക്കോ എന്നുള്ള കൂവല്. എന്താ ഒരു നല്ല ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ച അയാൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹാജിയാർക്ക് ഇത് കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതാ. എങ്ങനെയാ ഒന്ന് സ്വസ്ഥായി ഇരുന്നിട്ട് വേണ്ടേ? ഞാൻ തന്നെ പണിയണമെന്ന് ആ ബീവി വാശി പിടിച്ചത് കൊണ്ടാ എനിക്കിത് കിട്ടിയത്. പറഞ്ഞ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ആ വിശ്വാസം പോവും. അത് തന്നെ. വല്ല ഗുണമുണ്ടോ? ഇതിലധികം ഒന്നും തടയുന്ന ലക്ഷണമില്ല. വരുന്ന പെരുന്നാളിന് 5 പവന്റെ 4 വള പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഇത്തിരി ഗുണം ചെയ്യും. നമുക്കൊക്കെ ജീവിക്കണ്ടേ? ഏട്ടൻ ആ ഹാജിയാരുടെ 3ാമത്തെ ബീവിയെ കണ്ടിട്ടുണ്ടോ? പിന്നെ തട്ടാൻ കാണാത്ത പെണ്ണുണ്ടോ? ഹാജിയാർ ഇന്ന് വരെ ആ ബീവിയെ പുറത്തിറക്കിയിട്ടില്ല. ആരും കണ്ടിട്ടുമില്ല, ആരെയും കാണിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. തട്ടാന് കയറി ചെല്ലാൻ പറ്റാത്ത ഏത് അന്തപ്പുരാടി ഇവിടെ ഉള്ളത്? പെണ്ണായ പൊന്ന് വേണം. പൊന്ന് വേണോ തട്ടാൻ വേണം. അതാണ് തട്ടാന്റെ മഹത്വം. പറഞ്ഞോണ്ടിരുന്നു ബാക്കിയുള്ളവരോട് ചുമച്ചു തീരും. എന്ത് ചുമയാ എന്റെ ഈശ്വര! ഓരോ ദിവസം ഓരോ ജാതി. മൂത്ത തട്ടാന് ശനിയുടെ അപഹാര. അത് ചുമച്ചു തന്നെ തീരണം. ആ സ്നേഹലതയ്ക്ക് 2 കമ്മല് പണിയാൻ ആ ഭാസ്കരനെ ഏൽപ്പിച്ചിരുന്നു. അവൻ അത് കൊണ്ടുതന്നു. ഭാഗീരഥി കൊണ്ടുവരാൻ എപ്പോഴാ കൊടുത്തേ? കൊടുത്തിട്ട് മാസം 2ആയി. മൂത്ത തട്ടാൻ ചുമച്ചോണ്ടിരുന്ന ഇനി അത് നീളും. അവനെ കണ്ടാ നീ ചോദിക്കണം. എന്റെ ഈ മാലയൊന്ന് ഉരുക്കി പണിയണമെന്ന് കഴിഞ്ഞ തിരുവാതിരയ്ക്ക് ഞാൻ പറയുന്നതാ. അത് ഉരുക്കണമെന്നുണ്ടെങ്കിലേ എന്റെ നെഞ്ചത്തേക്ക് വെച്ചാ മതി. നല്ല ചൂടാ, ഉരുകിക്കോളും. ഹേ, അയൽവക്കത്തൊരു തട്ടാൻ താമസിച്ച ഇവിടെ പണിക്കന്മാർക്കാ കഷ്ടകാലം. മോൾ എവിടെയടി? അമ്പലത്തിൽ പോയി. ഭാസ്കരേട്ടൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. മടുത്തിട്ടൊന്നുമില്ല. ഓരോരുത്തർ ജീവിത അവസാനം വരെ കാത്തുക്കുന്നു. പിന്നെ ഞാൻ അമ്പലത്തിന്റെ പുറകിൽ കുറച്ചു നേരം. സുന്ദരിയായിട്ടുണ്ട്. ഇന്നെന്റെ പിറന്നാളാ. ഭാസ്കരേട്ടൻ പോലും അത് മറന്നില്ലേ? ഇന്ന് പിറന്നാളിന് ഇടാൻ വേണ്ടിട്ട് അച്ഛൻ കമ്മല് പണിയാൻ തന്നത്. അത് ഇതുവരെ ആയിട്ടും തരാൻ തോന്നിയില്ലല്ലോ. ഈ പിറന്നാളെന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. ഒരു ദിവസം തെറ്റിയാണ് നിന്റെ അമ്മ പ്രസവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ കണ്ടുമുട്ടും. ഇത് കണ്ടോ? ഇത് ഇടത്തെ ചെവി, ഇത് വലത്തെ ചെവി. നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി 1.5 പവൻ ഉണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. 1.5 പവൻ അച്ഛന്റെ കണക്ക്. ഇതിപ്പോ 1.25 പവനുണ്ട്. ആ പവൻ ആര് കൂട്ടി? ഈ ഞാൻ കൂട്ടി. ആർക്ക് വേണ്ടി കൂട്ടി? സ്നേഹലതയ്ക്ക് വേണ്ടി കൂട്ടി.
സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും പിറന്നാൾ ദിവസം ഇത്തിരി സ്വർണം കിട്ടുന്നത് ഒരു ഭാഗ്യല്ലേ സ്നേഹലത? ഭാഗ്യമൊക്കെ തന്നെയാ. എന്നാലും ആരും അറിയണ്ട കേട്ടോ. അച്ഛൻ്റെ അടുത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സംശയിക്കും.